Hallelujah. Father, we thank you, Lord. കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുന്നു. Oh, Father, we invite you, Lord. ഞങ്ങൾ അങ്ങേ ക്ഷണിക്കുന്നു. This is your day, Lord. ഇത് അങ്ങയുടെ ദിവസമാണ്. This is the day that the Lord has made. ഇതാണ് ദൈവം ഉണ്ടാക്കിയ നാൾ. Hallelujah. ഹല്ലേലൂയ. I sense in my spirit the Lord saying, ഞാൻ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ സെൻസ് ചെയ്യുന്നു, കർത്താവ് പറയുന്നത്, the harvest is ready. കൊയ്ത്ത് ഒരുങ്ങിയിരിക്കുന്നു. കൊയ്ത്തിന്റെ യജമാനൻ, hallelujah, is now getting ready to open the doors of the harvest. കൊയ്ത്തിന്റെ യജമാനൻ ആ വിളവിനുള്ള വാതിൽ തുറക്കാൻ റെഡിയായി. In fact, he has opened. അത് തുറന്നുമിരിക്കുന്നു. Hallelujah. Hallelujah. Thank you, Jesus. നന്ദി യേശുവേ. I pray, Daddy, hallelujah, the harvest is ready in this stage. അപ്പാ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ സ്റ്റേറ്റിൽ കൊയ്ത്ത് ഒരുങ്ങിയിരിക്കുന്നു. Lord, I pray, send, Lord, I sense the Holy Spirit saying, I'm going to send the laborers into the field. ഞാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നതായിട്ട് കേൾക്കുന്നു, വേലക്കാരെ അയക്കാൻ പോവുകയാണ്. ആരാണ് ഈ വേലക്കാര്? Who are these servants? ആരാണ് ഈ വേലക്കാര്? Let's raise your hands. You are those servants. നിങ്ങളുടെ കൈ ഒന്ന് പൊക്കിയാക്കി, നിങ്ങളാണ് ആ വേലക്കാർ. You know, it does not matter what job, what qualification it is. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തെന്ന് ദൈവത്തിന് ഒരു കാര്യമല്ല. You are that laborer that God is sending out. നിങ്ങളാണ് ദൈവം അയക്കാൻ പോകുന്ന വേലക്കാർ. Hallelujah. Hallelujah. And I pray, Daddy, right now. ഇപ്പൊ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൈകൾ ഉയർത്തിയാട്ടെ. Hallelujah. Lord, I pray right now, send them. Hallelujah. കർത്താവേ, ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നു, അങ്ങ് അവരെ അയക്കണം. Send them a harvest in their homes, Lord. കർത്താവേ, അവരുടെ ഭവനങ്ങൾ കൊയ്ത്തിനായി അയക്കണം. Oh, harvest in their neighborhood, Lord. അവരുടെ അയലോക്കങ്ങളിൽ കൊയ്ത്തിനായി അയക്കണം. Harvest in their offices, oh Lord. അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊയ്ത്തിനായി അയക്കണം. Oh, I sense, hallelujah, in the life of Dr. Suja and Dr. Shaji. ഡോക്ടർ സുജയുടെയും ഡോക്ടർ ഷാജിയുടെയും ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ In the yesteryears, you have sowed with tears. പോയ കാലങ്ങളിൽ നിങ്ങൾ കണ്ണീരോട് വിതച്ചു. But the Bible is saying you will reap with songs of joy in Psalm 126. എന്നാൽ സങ്കീർത്തനം 1:26 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വരുന്ന കാലങ്ങളിൽ സന്തോഷത്തോടെ അതിന്റെ വിളവ്. When you were weeping, you only had a seed. നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വിത മാത്രമേ ഉണ്ടായിരുന്നു. But when you sowed that seed, hallelujah, the Lord is saying the harvest is now ready with songs of joy. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അത് വിതച്ചതിന് ശേഷം അതിന്റെ കൊയ്ത്ത് സന്തോഷത്തോടെ ഒരുക്കത്തിലായിരിക്കുന്നു. Therefore the Lord is saying, release songs of joy in your home, in your life, in your tongue. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നത്, ആ സന്തോഷത്തിന്റെ പാട്ടുകൾ നിങ്ങൾ റിലീസ് ചെയ്യട്ടെ നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ നഗരത്തിൽ. Somebody watching online, I sense the Lord is saying, I'm sending harvesters into the field. ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ കൊയ്ത്തുകാരെ അയക്കാൻ പോവാൻ. Those of you are those of you are in the full-time ministry watching online, hallelujah, the Lord is sending a harvest. പൂർണ്ണവേല സുവിശേഷകരായി ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവം പറയുവാണ്, നിങ്ങളെ കൊയ്ത്തിനായിട്ട് അയക്കാൻ പോവാ. I sense for the Trotby ministry, the Lord is going to add, multiply harvest. ഞാൻ ട്രോട്ട്ബി മിനിസ്ട്രിക്കായി ഇങ്ങനെ സെൻസ് ചെയ്യുന്നു, ദൈവം നിങ്ങളുടെ കൊയ്ത്ത് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. I sense for the church, hallelujah, the Lord is going to bring children and multiply a harvest. സഭയ്ക്കായി ഞാൻ സെൻസ് ചെയ്യുന്നു, ദൈവം തമ്പുരാൻ പിള്ളാരെ കൊണ്ടുവന്ന് കൊയ്ത്ത് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. Hallelujah. 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 Thank you, Father. നന്ദി അപ്പ. In Jesus' mighty name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. Look at the person next to you and say, you are a laborer. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കി പറയട്ടെ, നിങ്ങൾ വേലക്കാരൻ. Hallelujah. Laborer in God's field. അതും ദൈവത്തിന്റെ തോട്ടത്തിലെ വേലക്കാരൻ. In John chapter 1 verse 29, യോഹന്നാൻ 1:29 the Bible says, the next day John saw Jesus coming towards him and said, behold the Lamb of God who takes away the sin of the world. നമുക്കത് ഇങ്ങനെ വായിക്കാം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കിലേക്ക് വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. This is verse 30. This is he of whom I said, after me comes a man who is preferred before me, and he was before me. 30ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. The ministry of John the Baptist was to introduce Jesus. യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രി യേശുക്രിസ്തുവിനെ ഒന്ന് അഭിമുഖം ചെയ്യുവാനായിരുന്നു. It is to prepare the way of the Lord. അത് കർത്താവിനുള്ള വഴി ഒരുക്കാനായിരുന്നു. And you see many people, we see this, that John came to introduce Jesus. നമുക്ക് കാണാൻ പറ്റും, യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന് അഭിമുഖം കൊടുക്കാനാണ് വന്നത്. But then after that we see verse 33, it says, I did not know him, but he who sent me to baptize with water said to me, upon whom you see the Spirit descending and remaining on him, this is he who will baptize with the Holy Spirit.
എന്നാൽ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവിറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. Today, Jesus is the one that baptizes us with the Holy Spirit. ഇന്ന് യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്നാനം ചെയ്യുന്നത്. In John chapter 14, യോഹന്നാന്റെ 14 the Bible says that in verse 15, if you love me, keep my commandments. Verse 16, and I will pray to the Father, and he will give you another helper, that he may abide with you forever. അതിന്റെ 15 തൊട്ട് 16 വരെ നമുക്ക് ഇങ്ങനെ വായിക്കാം. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. Hallelujah. And Jesus is now introducing the Holy Spirit. ഇപ്പം യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനുള്ള അഭിമുഖം നമുക്ക് തരുന്നത്. John went ahead and introduced Jesus and said, prepare a way for the Lord. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് പറഞ്ഞു, നമുക്ക് കർത്താവിനുള്ള വഴി ഒരുക്കാം. Now Jesus is now saying, I will send you the Holy Spirit. He is somebody exactly like me. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തരും, അദ്ദേഹം എന്നെ പോലെ ആയിരിക്കുന്നു. And verse 18 says, I will not leave you as orphans. 18-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. Hallelujah. And therefore Jesus tied our spiritual parenthood to the Holy Spirit. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു നമ്മുടെ ആത്മീകമായ പേരൻഹുഡ് പരിശുദ്ധാത്മാവിനായിട്ട് യോജിപ്പിച്ചിരിക്കുന്നു. Because he knows that he has to go. കാരണം യേശുക്രിസ്തുവിന് അറിയാം അദ്ദേഹത്തിന് പോകേണ്ടി വരും. But then yet he's saying, I'll come to you. എങ്കിലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് മടങ്ങി വരും. Hallelujah. You know what? We are spiritual orphans without the Holy Spirit. പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾ ആത്മീക അനാഥരാണ്. Hallelujah. 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 Many of us think that the Holy Spirit is an option. പലരും വിചാരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ്. Hallelujah. That is not the heart of God. എന്നാൽ അത് പിതാവിന്റെ ഹൃദയമല്ല. The heart of God is to be filled with the Holy Spirit. ദൈവത്തിന്റെ ഹൃദയം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നാണ്. Hallelujah. Hallelujah. In Acts chapter 2, അപ്പോസ്തല പ്രവൃത്തിയുടെ 2 verse 1, the Bible says, when the day of Pentecost had fully come, they were all in one accord. അവിടുത്തെ 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. You know what is that one accord? എന്തുവാണ് ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് വെച്ചാൽ, they had agreed on something. There was a one accord about something. അവർ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുമിച്ച് തീരുമാനിച്ചു വന്നു എന്നാണ് അതിന്റെ അർത്ഥം. You know, if you look into chapter 1 of Acts chapter 1, the Bible says that Jesus was saying, wait, do not leave Jerusalem, wait to receive the promise from the Father, the Holy Spirit. അപ്പോസ്തല പ്രവൃത്തികളുടെ 1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുവാണ്, നിങ്ങൾ ഇവിടെ കുറച്ചേരം നിൽക്കുക, പരിശുദ്ധാത്മാവ് വരുന്നിടം വരെ കാത്തിരിക്കാൻ So പറയുക. they were all in one accord to receive the Holy Spirit. അപ്പൊ അവരെല്ലാരും ഒരുമിച്ച് കൂട്ടായ്മയോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ Do ഒരുങ്ങിയിരിക്കുകയായിരുന്നു. you know that the first church was birthed when God sent the Holy Spirit? ആദ്യത്തെ സഭ പിറന്നത് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോഴാണ് നിങ്ങൾ അറിയുന്നു. When they were all in one accord to receive the Holy Spirit. അവരെല്ലാരും ഒരുമിച്ച് കൂട്ടായ്മയോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ You വന്നിരുന്നപ്പോഴാണ്. know, that's how the church was birthed. അങ്ങനാണ് സഭ പിറന്നത്. There is no option for us. അതിൽ നമുക്ക് ഒരു ഓപ്ഷൻ, God is not giving us an option. ദൈവം നമുക്ക് ഒരു ഓപ്ഷൻ തന്നിട്ട്, There is like a, yes or no, that's not there. അത് ഊവെന്നോ അല്ല എന്ന് 2 ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ള കാര്യമല്ല. Can we all be of one accord? നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സോടെ വരാം. Thank you, Lord. Let's just pray. നന്ദി കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Father. Hallelujah. Retha, Rakara, Randhara, Hanandiana, Rindiana. Lord, I pray, Father, a move of the Spirit in this place, oh Father. I sense the Lord saying, when you are in baptism of the Holy Spirit, completely immersed. ഞാൻ ഇങ്ങനെ സെൻസ് ചെയ്യുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിൽ പൂർണ്ണമായി മുങ്ങിയിരിക്കുകയാണ്. I'm going to bring a revival in your homes. ഞാൻ നിങ്ങളുടെ വീടുകളിൽ ഒരു ഉണർവ് I'm കൊണ്ടുവരും. going to bring a change in your workplaces. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ മാറ്റം. The Lord is saying, I'm pouring out new wine into the church. ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ പുതിയ വീഞ്ഞ് സഭയിൽ ഒഴുക്കാൻ പോകുകയാണ്. He's pouring out new wine. പുതിയ വീഞ്ഞ് ഒഴുക്കാൻ പോകുകയാണ്. New wine, oh Lord. പുതിയ വീഞ്ഞ്. Oh, hallelujah. Pour out, Daddy. അപ്പൊ അത് ഒഴിക്കണമേ.
Thank you, Father. Hallelujah. Lord, we want to receive the fullness of the Holy Spirit. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയെ ഞങ്ങൾക്ക് The സ്വീകരിക്കണം. completeness of the Holy Spirit. ആ സമ്പൂർണ്ണത Oh, God പരിശുദ്ധാത്മാവ് is pouring out. Hallelujah. അത് കർത്താവ് The Lord is ഒഴുകുകയാണ്. pouring out. നിങ്ങൾ don't move your tongue. Hallelujah. The Lord, when it comes to the Holy Spirit, you have to speak it out. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കാര്യമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാവ് ചലിക്കണം. The Bible says the Spirit is the one that gives utterance. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവാണ് നമുക്ക് അഭിഷേകം തരുന്നത്. But you are the one that need to speak it out. പക്ഷേ അത് പരിശുദ്ധാത്മാവാണ് വാക്കുകൾ തരുന്നത്, നമ്മളാണ് അത് സംസാരിക്കുന്നത്. Hallelujah. 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 Thank you, Father. If your family is just next to you, just hold hands and be of one accord. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അടുത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരസ്പരം കൈ പിടിച്ചാട്ടെ. Thank you, Father. Hallelujah. I sense the Lord saying, ഞാൻ ഇങ്ങനെ സെൻസ് ചെയ്യുന്നു, കർത്താവ് പറയുന്നു, I am going to move in families. കുടുംബങ്ങളിൽ ഞാൻ ചലിക്കാൻ The Lord പോകുകയാണ്. is saying that your children belongs to me. ദൈവം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ മക്കൾ എന്റേതാണ്, Your property belongs to me. നിങ്ങളുടെ വസ്തു Your എന്റേതാണ്, car, your gold, your wealth belongs to me. നിങ്ങളുടെ സമ്പത്ത്, വണ്ടി, സ്വർണം എല്ലാം എന്റേതാണ്, Your health belongs to me. നിങ്ങളുടെ ആരോഗ്യം എന്റേതാണ്, Your ministry belongs to me. നിങ്ങളുടെ സുവിശേഷം എന്റേതാണ്, Hallelujah. Everything about your body belongs to me. നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാം എന്റേതാണ്, Your spirit, soul, body belongs to me. നിങ്ങളുടെ ആത്മാ, ദേഹി, ശരീരം എന്റേതാണ്. Hallelujah. Hallelujah. Therefore, you cannot withhold anything from God. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് ഒന്നും നിങ്ങൾ മാറ്റിവെക്കരുത്. Some of you are thinking, Lord, I need to be perfect to receive the Holy Spirit. നിങ്ങൾ പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പെർഫെക്റ്റ് ആകണം That is പരിശുദ്ധാത്മാവിനെ a lie സ്വീകരിക്കാൻ. from hell. എന്നാൽ അത് നരകത്തിന്റെ ഒരു കളവാണ്. Because the Bible says God pours out the Holy Spirit into all flesh. കാരണം ദൈവവചനം പറയുന്നു, സർവ്വജഡത്തിന്റെ മേലും ദൈവം തന്റെ ആത്മാവിനെ We ഒഴുക്കും. cannot become mature as we filled with the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവായിട്ട് നിറയുമ്പോൾ നമ്മൾ മെച്യൂർ ആകും. No, we cannot become mature and then be filled with the Holy Spirit. നമ്മൾ മെച്യൂർ ആയിട്ടല്ല പരിശുദ്ധാത്മാവിനെ But സ്വീകരിക്കുന്നത്. when we are filled with the Holy Spirit, He takes us to maturity. നമ്മൾ പരിശുദ്ധാത്മാവായിട്ട് നിറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് മെച്യൂരിറ്റി, പക്വതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. Hallelujah. Hallelujah. Thank you, Father. നന്ദി പിതാവേ. Hallelujah. Oh, and in verse 4 of chapter 8, Acts chapter 1, അപ്പോസ്തല പ്രവൃത്തി 1:4 let's read from verse 4 to 8 in Malayalam. നമ്മൾ 4 തൊട്ട് 8 വരെ മലയാളത്തിലൊന്ന് വായിക്കാം നമുക്ക്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്നു കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. Amen. Hallelujah. Hallelujah. You know, Jesus is saying that the power of God will come upon to you. യേശുക്രിസ്തു പറയുന്നു, ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേലെ You know, this Holy Spirit is a spirit of power. ഈ പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. You know, it is not about, Brother Martin was saying, it's not about knowledge, it's about experience. മാർട്ടിൻ ബ്രദർ നമ്മളോട് ഇങ്ങനെ പറയുണ്ടായി, അറിവിനെ കുറിച്ചല്ല, അത് ഒരു അനുഭവമാണ്. You know, you can learn about the Holy Spirit, but experiencing the Holy Spirit is a different realm altogether. നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എത്ര വേണമെങ്കിലും പഠിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്ന പറഞ്ഞ മറ്റൊരു മണ്ഡലം. Oh, hallelujah. Hallelujah. Today I want to pray for an experience of the Holy Spirit. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. And it is not just in the evening meeting, but I want to pray today each one of us will carry this experience to our home. അത് ഇന്ന് സന്ധ്യയിലുള്ള മീറ്റിങ്ങിനെ കുറിച്ച് മാത്രമല്ല, ഇപ്പം ഈ നിമിഷവും നിങ്ങൾ ഏവരും അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Oh, hallelujah. Hallelujah. I sense the Lord is saying that I am going to rewrite certain things that the enemy has written. ഞാൻ ഇങ്ങനെ സെൻസ് ചെയ്യുന്നു, ശത്രു എഴുതിയ പല കയ്യെഴുത്തുകളും ദൈവം തിരിച്ചെഴുതാൻ പോവുകയാണ്. Some doctor reports that the enemy has written. ശത്രു എഴുതിയ ചില ഡോക്ടറിന്റെ റിപ്പോർട്ടുകൾ. Hallelujah. The Lord is saying, I am going to rewrite it. കർത്താവ് പറയുന്നു, കർത്താവ് അത് മാറ്റി എഴുതാൻ You know, പോവുകയാണ്. the Holy Spirit is a spirit of power. പരിശുദ്ധാത്മാവ് ശക്തിയുടെ It is ആത്മാവാണ്. not for the demo for you and for me, അത് നമുക്കുള്ളൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയല്ല, but it's a demonstration of God's power പകരം അത് ദൈവത്തിന്റെ ശക്തിയുടെ ഒരു for His ഡെമോൺസ്ട്രേഷൻ. glory. അത് തമ്പുരാന്റെ മഹത്വം. Hallelujah. Hallelujah. Thank you, Lord.
അന്ന് ഈ കർത്താവ്, I sense the Lord saying, I'm going to rewrite some scripts that the enemy has written. ശത്രു എഴുതിയിരിക്കുന്ന ചില സ്ക്രിപ്റ്റുകൾ ഞാൻ മാറ്റി എഴുതാൻ പോവാന്ന് കർത്താവ് പറയുന്നത് ഞാൻ sense I want to pray, Lord, release the spirit of power. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ശക്തിയുടെ ആത്മാവിനെ അങ്ങ് ഇറക്കണം. Hallelujah. Just put your hand upon your head right now. നമുക്ക് ഏവർക്കും നമ്മുടെ കരങ്ങൾ നമ്മുടെ തലയിലേക്ക് വെക്കാം. Oh, hallelujah. And when you put your hand, it is including everything, not just your body, but your whole family, your wealth, your health, everything about you. നമ്മുടെ സർവ്വത്തിനു മേലും, ശരീരം മാത്രമല്ല നമ്മുടെ സമ്പത്ത്, വീട്, കുടുംബം എല്ലാത്തിനും മേലും നമുക്ക്. Lord, help us to experience this power, Lord, today morning. കർത്താവേ, ഈ പകൽ നേരം അങ്ങയുടെ ആ ശക്തി അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. Right now, Father. ഇപ്പൊ തന്നെ പിതാവേ, Oh, let it move, Father, in our midst. ഞങ്ങളുടെ മധ്യ അത് ചലിക്കണമേ. Let it move in our midst. ഞങ്ങളുടെ മധ്യ അത് ചലിക്കണമേ. Let it move, Father. അത് നീങ്ങണമേ. Everything that is not from God, കർത്താവേ, അത് കത്തി ചാമ്പലാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങിൽ നിന്നില്ലാത്ത സർവ്വവും കർത്താവേ കത്തിച്ചാമ്പലായി പോകട്ടെ. Hallelujah. Hallelujah. Khere khe ba ruba raba randha randha redhe ke the re the. Hallelujah. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ട്. Hallelujah. പ്രാർത്ഥിച്ചാട്ട്. Hallelujah. Let praise rise up. Praise rise up. Hallelujah. Praise rise up. Hallelujah. This is God's place. Hallelujah. ഇത് ദൈവത്തിന്റെ സമയം. ഓ, പരിശുദ്ധാത്മാവിനെ കർത്താവ് ഇന്ന് നമ്മുടെ മേലെ തരുന്നു. Hallelujah. നിങ്ങൾ അന്യഭാഷയിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ, the Lord is putting a different tongue. Hallelujah. Different tongue. Hallelujah. A different tongue. Hallelujah. He's putting his spirit. He's putting his spirit. നിങ്ങളുടെ നാവിന്റെ മേലെ ഒരു ശക്തി ഇറങ്ങുക. നിങ്ങളുടെ നാവിന്റെ മേലെ ഒരു ശക്തി ഇറങ്ങുക. നിങ്ങളുടെ നാവിന്റെ മേലെ ഒരു ശക്തി ഇറങ്ങുക. പ്രാർത്ഥിച്ചാട്ട്, പ്രാർത്ഥിച്ചാട്ട്. Hallelujah. രന്തേ രഖേ ഖേ ബാ റോ ബോ ഖോ ഥോ റേ ഥേ ഥേ റേ ഖേ. Hallelujah. പ്രാർത്ഥിച്ചാട്ട്. നിങ്ങളുടെ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ട്. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ട്. നിങ്ങളുടെ Hallelujah. നിങ്ങളുടെ നാവ് വെറുതെ വെക്കരുത്. ഓ ഹോ ഹോ, അവന്റെ തീ, അവന്റെ ഫയർ, അവന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങുക. Hallelujah. ഇവിടെ ഇറങ്ങുക. Hallelujah. He is moving in this place. ഇവിടെ ദൈവം ചലിക്കുകയാണ്. He is moving in this place. ഇവിടെ നമ്മുടെ മധ്യത്തിൽ Oh, hallelujah. അവന്റെ കബോത്തിന്റെ presence is here. Hallelujah. Ke ba ra be ke the re the re the re the ke re the re the. Oh, ho to roko. അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇന്ന് ആരൊക്കെ ഇവിടെ ഇല്ലെങ്കിലും അവനുണ്ട് ഇവിടെ. അവനുണ്ട്. അവനുണ്ട്. He's here. He's here. He's here. He's here. Yes, he's here. He's moving. He's moving. He's moving. He's moving. He's moving. Oh. Hey ba ra ba ra ba ra ba ra ba ra ba ra ba. ഓ, ഇന്ന് പലരോട് കർത്താവ് പറയാ, കൊയ്ത്തിന്റെ സമയമായി. കൊയ്ത്തിന്റെ സമയമായി. It's time for the harvest. കൊയ്ത്തിന് സമയമായി. It's time for the harvest. കൊയ്ത്തിന് സമയമായി. Hallelujah. Oh, I sense the Lord saying, ഞാൻ കർത്താവ് ഇങ്ങനെ പറയുന്നതായിട്ട് സെൻസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഏറ്റവും വലിയ ഓഹരി. ഇതിനകത്തൊന്നും ഞാൻ അധികം ആമേൻ കേൾക്കുന്നില്ല. ഇന്ന് കാറുണ്ട്, വീടുണ്ടെന്ന് പറയുമ്പോൾ ഒത്തിരി ആമേനുണ്ട്. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവാണ് ഈ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഓഹരി സഭയ്ക്ക്. ഓ, ഹല്ലേലൂയ. ആമേൻ കേൾക്കട്ടെ. Hallelujah. Oh, when we say there is going to be a promotion, we all say amen. But this is the heart of God. ഒരു പ്രൊമോഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആമേൻ ഈ ദൈവത്തിന്റെ സമയത്ത് നമുക്ക് This is the greatest promise that God has given. ഇതാണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. അവന്റെ കൂടെ ഉള്ള ശക്തി ദൈവം ഇത് നമ്മുടെ മേലെ തന്നേക്കുവാ. You know, if you look, this Holy Spirit was with God when you look into Genesis chapter 1. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ, ജനസിസിൽ നോക്കുമ്പോഴത്തേക്കിനും ഇതേ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. Hovering over the world, and that is when God spoke. ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയുടെ മേൽ ചലിക്കുമായിരുന്നു. അപ്പോഴാണ് ദൈവം സംസാരിച്ചത്. Hallelujah. Hallelujah. And right now the God's spirit is hovering inside us and over us. ഇപ്പം അതേ ആത്മാവ് നമുക്കുള്ളിലും നമ്മുടെ മേലും ചലിക്കുക. You know, when Jesus said, I will be with you, he was saying that to our Holy Spirit, I'll be with you. യേശുക്രിസ്തു ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു പറയുമ്പോൾ അതേ നേരം പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിങ്ങളോട് കൂടെ. That word with is not like, you know, the normal English word with.
നിങ്ങളുടെ കൂടെ ഉണ്ടാവെന്ന് പറയുന്ന ആ വിത്ത് എന്ന് പറയുന്ന സാധാരണ ഇംഗ്ലീഷ് വിത്ത് വാക്ക് പോലെ. It means that a surrounding presence inside and outside. അതിന്റെ അർത്ഥം ദൈവ സാന്നിധ്യം നമ്മളെ ചുറ്റും അകത്തും മൂടി മറയ്ക്കുന്നു. Which means that now the Spirit of God that is hovering over the world is now hovering over you and is in you. അതിന്റെ അർത്ഥം അന്ന് ഭൂമിയുടെ മേൽ ചലിച്ചിരുന്ന ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലും നമ്മുടെ ഉള്ളിലും ചലിക്കുക. That is how when God now speaks the word of promise, the Holy Spirit fulfills it. അതുകൊണ്ടാണ് ഇപ്പം ദൈവം ഒരു വാഗ്ദത്തത്തിന്റെ വാക്ക് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അത് പൂർത്തീകരിക്കും. That is why some of the prophetic words that God has spoken അങ്ങനെയാണ് ചില പ്രവചന വാർത്തകൾ ദൈവം സംസാരിച്ചിട്ടുണ്ട്. is waiting to be fulfilled, but it depends upon when the Holy Spirit is hovering over us. അത് പൂർത്തീകരിക്കാൻ കാത്തിരിക്കുന്നു, പക്ഷേ അത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചലിക്കുന്നത് അനുസരിച്ചിരിക്കും. How many of you are waiting for that prophetic word to be fulfilled? നമ്മൾ എത്ര പേര് ആ പ്രവചന വാക്കുകൾ പൂർത്തീകരിക്കാൻ കാത്തിരിക്കും? You allow the Holy Spirit to hover over you, inside you and over you and around you. ഇപ്പൊ തന്നെ പരിശുദ്ധാത്മാവ് നമുക്കുള്ളിലും നമ്മുടെ മേലും നമ്മുടെ ചുറ്റും ചലിക്കും. And you speak that word that God has spoken to you. ദൈവം നിങ്ങളുടെ മേൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകൾ നിങ്ങൾ ഇപ്പം പറഞ്ഞാട്ടെ. Hallelujah. We're going to speak in we are going to pray the Spirit for some time. നമ്മൾ കുറച്ചു നേരം ആത്മാവിൽ പ്രാർത്ഥിക്കാം. Hallelujah. Retha kaba rethe. Hallelujah. Allow the Spirit of God to hover over you. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ ചലിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ. If you need prayer, just raise your hand. നിങ്ങൾ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ കൈ ഒന്ന് പൊക്കുക. Hallelujah. Just raise your hand up so that the leaders can come and pray over you. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കും. That promise of God that is yet to be fulfilled. ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാൻ കാത്തിരിക്കുക. Oh rukha raba rethe kete rethe. Oh കർത്താവ് ഇന്ന് ഇവിടെ ചലിക്കുക. Hallelujah. The Lord is moving in this place. ഇന്ന് ദൈവം ഇവിടെ ചലിക്കുകയാണ്. Hallelujah. Oh khoba rabara harandiana reindiana. Yes. ശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരമെങ്ങും വിളങ്ങും മഹേശൻ ദൈവത്തിന്റെ ആത്മാ സൈന്യങ്ങൾ
വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ, പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ഹല്ലേലൂയ, 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 ആമേൻ. Let's read from Acts chapter 2, verse 2 onwards till verse 4. അപ്പോസ്തല പ്രവൃത്തികൾ 2:2-4 വരെ നമുക്ക് വായിക്കാം. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. The Bible says, suddenly there was a sound from heaven. വേദവചനം ഇങ്ങനെ പറയുന്നു, പെട്ടെന്ന് വലിയൊരു ശബ്ദമുണ്ടായിരുന്നു സ്വർഗത്തിൽ നിന്ന്. As of a rushing mighty wind. അത് വലിയൊരു ചലിക്കുന്ന കൊടുങ്കാറ്റ് പോലത്തെ ശബ്ദമായിരുന്നു. And it filled them. അത് അവരെ നിറച്ചു. Hallelujah. 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 And the Bible says that they were filled with the Holy Spirit and began to speak with other tongues as the Spirit gave utterance. ദൈവവചനം പറയുന്നു, അപ്പോ അവർ ആത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് അനുവദിച്ചതുപോലെ അന്യോന്യ ഭാഷയിൽ സംസാരിച്ചു. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ. I want all of you to receive the Holy Spirit. നിങ്ങൾ ഏവരും നിങ്ങൾ ഓൾറെഡി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. But the Lord wants to refill you again. എങ്കിലും നിങ്ങളെ ഒരിക്കൽ കൂടി നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. ഇന്ന് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലീക്ക് ഉണ്ട്. I want all of you to fix that leak and go home. ആമേൻ, ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി ആ ലീക്ക് ഫിക്സ് ചെയ്യണം. Hallelujah. Hallelujah. Thank you, Father. Oh, hallelujah. I just want to pray for those who have not received the Holy Spirit. പരിശുദ്ധാത്മാവ് സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. I want to tell you the Holy Spirit will not speak for you. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കത്തില്ല. But the Spirit gives utterance. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ വായ ചലിപ്പിക്കാൻ അനുവദിക്കും. Which means that the Spirit will give you what to speak, but you have to speak. എന്തുവാ സംസാരിക്കേണ്ടി എന്നുള്ളത് ആത്മാവ് നമുക്ക് തരും, പക്ഷെ അത് സംസാരിക്കേണ്ടി നമ്മളാണ്. At that time your flesh may say, oh, is it from God or is it from the enemy? അപ്പൊ നിങ്ങളുടെ ജഡം പറഞ്ഞേക്കാം, ഇത് ദൈവത്തിൽ നിന്നാണോ ശത്രുവിൽ നിന്നാണോ. But that is when you need to speak it out in faith. പക്ഷെ അപ്പോഴാണ് വിശ്വാസത്തിൽ നിങ്ങൾ അത് പറയേണ്ടത്. Sometimes you may get one word or many words. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ വാക്കായിരിക്കും, ചിലപ്പം ഒത്തിരി വാക്കുകളായിരിക്കും But that does not matter. The Spirit is the one that gives utterance. He can give you utterance of one word or many words. പക്ഷെ അതിൽ കാര്യമില്ല, കാരണം ആത്മാവാണ് കിട്ടുന്ന വാക്ക് തരുന്നത്. അതുകൊണ്ട് ഒറ്റ Hallelujah. വാക്കാണെങ്കിലും ഒത്തിരി ആണെങ്കിലും. Thank you, Father. I want to pray, Daddy, Lord, fill us with the Spirit of God. അപ്പ അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. And as a sign, Lord Jesus, let the spirit gift of tongues be released upon your people. അതിന്റെ അടയാളമായിട്ട് ഇന്ന് അന്യഭാഷകളുടെ വര ഇവിടെ റിലീസ് ആവും. Hallelujah. സംസാരിച്ചാട് അന്യഭാഷകളുള്ളവരെല്ലാം സംസാരിച്ചാട്. Hallelujah. Rekhe rebe raba ratha rethe rekhe rethe. Hallelujah. Rethe kharandaraba randa randhiana randianaba reindiana reindiana. Hallelujah. Reindiana. Hallelujah. ആ ഒരു വാക്കാണെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തോടെ ആ ഒരു വാക്ക് സംസാരിച്ചാട്ട്. Hallelujah. Hallelujah. Father, I want to rebuke every doubt that the enemy is trying to bring upon your people. Every doubt, every doubt, every doubt. കർത്താവെ, ശത്രു കൊണ്ടുവരുന്ന എല്ലാ സംശയത്തെ ഞാൻ ഇന്ന് ശാസിക്കുന്നു. Hallelujah. I want to pray, release faith upon your people to speak in tongues. കർത്താവെ, അങ്ങയുടെ ജനത്തിന് മേൽ വിശ്വാസത്തെ Release faith, Lord. വിശ്വാസത്തെ. Those watching me online, I release faith. ഓൺലൈൻ കാണുന്നവരുടെ മേൽ വിശ്വാസത്തെ ഇറക്കുന്നു. എനിക്ക് ആത്മാവിൽ ഞാൻ കേൾക്കും, പരിശുദ്ധാത്മാവില്ലാതെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം പറ്റത്തില്ല. പറ്റത്തില്ല. It is not possible. Thank you, Lord. Thank you, Father. Thank you, Jesus. നന്ദി യേശുവേ.
In verse 7, it says that, they were all amazed and marveled, saying to one another. ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. There were other people who suddenly gathered and says that they were all amazed and marveled. അതായത് നമ്മൾ ഇങ്ങനെ കാണുന്നു, മറ്റു ആൾക്കാരോട് കൂടി വന്നപ്പോൾ അവരൊക്കെ കണ്ട് ആശ്ചര്യച്ചു. And they are hearing their own language being spoken. കാരണം അവരവരുടെ ഭാഷയിൽ ആൾക്കാർ സംസാരിക്കുന്നതായിരുന്നു കേട്ട്. Hallelujah. And they were saying, what could this mean? എന്നിട്ട് അവർ ചോദിച്ചു പരസ്പരം, ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? And others mocked, some of them mocked, saying that they are full of wine. അവർ ചിലവർ ഇങ്ങനെ പരിഹസിക്കുകയുണ്ടായി, അവരെല്ലാം വീഞ്ഞുകൊണ്ട് മത്തമായിരിക്കുകയാണ്. Today I want to warn the church ഇന്ന് ഞാൻ സഭയെ ഇങ്ങനെ വാൺ ചെയ്യട്ടെ, not to mock the work of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ പരിഹസിക്കരുത്, not to grieve him by mocking him. പരിശുദ്ധാത്മാവിനെ പരിഹസിച്ച് ദുഃഖിപ്പിക്കരുത്. Don't mock somebody who's walking in the Spirit. ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പരിഹസിക്കും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവനെ don't mock. Hallelujah. Hallelujah. Father, I pray, Daddy, അപ്പാ പ്രാർത്ഥിക്കുന്നു, fill us with the Spirit of God. ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. And let us be careful not to mock somebody. ഞങ്ങളെ സൂക്ഷിച്ച് നടക്കാൻ സഹായിക്കണമേ, ആരെയും പരിഹസിക്കാൻ. Hallelujah. Hallelujah. And today I want to come to the main part of my message. ഇന്ന് ദൈവവചനത്തിന്റെ മുഖ്യ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വരാം. And in verse 14, Peter stood up, 14-ാമത്തെ വാക്യത്തിൽ പത്രോസ് എഴുന്നേറ്റു, raised his voice, and he said, ശബ്ദമുയർത്തി ഇങ്ങനെ പറയും, Men of Judea and all who dwell in Jerusalem. ജൂഡിയയിലും ജെറുസലേമിലും വസിക്കുന്ന സർവ്വരും. This is what Jesus said, you will be my witnesses in Jerusalem, Judea, Samaria, and the ends of the earth. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഏവരും എന്റെ സാക്ഷികളായിരിക്കും. And when the Holy Spirit comes, it is a fulfillment of the prophetic word that God has spoken. പരിശുദ്ധാത്മ വരുമ്പോൾ ആ യേശുക്രിസ്തു സംസാരിച്ച പ്രവചന വാക്ക് പൂർത്തീകരിക്കുക. So you know whom to be filled in for that prophetic word over you to be fulfilled. You know whom to be filled. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേൽ സംസാരിച്ചിരിക്കുന്ന ആ പ്രവചനങ്ങൾ നിവർത്തിക്കാൻ ആര് നിങ്ങളെ നിറയ്ക്കണം നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. ഇന്ന് ഒറ്റയ്ക്കാണെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് സ്വർഗം പറയുന്നു, അതൊരു കള്ളമാണ്. That is a lie from the enemy, because Jesus said, I am sending you the promise of the Father, the Holy Spirit. അതൊരു കളവാണ്, കാരണം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ഞാൻ പിതാവിന്റെ വാർത്തത്വമായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അയക്കും. Hallelujah. 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 And Peter says that in verse 17 onwards till verse 21. Let's read that in Malayalam. നമുക്ക് മലയാളത്തിൽ 17 തൊട്ട് 20-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാം. 21, verse 21. 21-ാമത്തെ വാക്യം വരെ. സോറി. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. Through the coming of the Holy Spirit, 3 kind of divisions were broken. പരിശുദ്ധാത്മാ വന്നോടെ 3 തലത്തിലുള്ള വിഭാഗങ്ങൾ അവിടെ പൊട്ടി. The Bible says, your sons and your daughters shall prophesy. നിങ്ങളുടെ മക്കളും പെൺമക്കളും പ്രവചിക്കും. Now there is nothing like man or woman in the Lord Jesus. Everybody is equal before him. ഇപ്പം പുരുഷനും സ്ത്രീയൊന്നും ഇല്ല ഒരു വകഭേദം. That is why the Bible says, your son and your daughter shall prophesy. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിങ്ങളുടെ മക്കളും പെൺമക്കളും പ്രവചിക്കും. In the Old Testament predominantly men were being used. In the New Testament there is nothing like that. പഴയ നിയമത്തിൽ ആണുങ്ങളെയാണ് ദൈവം ഉപയോഗിച്ചെങ്കിലും ഒത്തിരി ഉപയോഗിച്ചെങ്കിലും പുതിയ നിയമത്തിൽ അങ്ങനെ ഇല്ല. The Bible, God is breaking that division. Hallelujah. ഇവിടെ ദൈവം ആ വകഭേദം പൊടിക്കുക. Your sons and daughters shall prophesy. നിങ്ങളുടെ മക്കളും പെൺമക്കളും പ്രവചിക്കും. There is no difference between man and woman. ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസമില്ല. Yes, there are role differences, but God is calling everyone. ചില പദവികളിലെ വ്യത്യാസങ്ങൾ കാണുമായിരിക്കും, എങ്കിലും ദൈവം എല്ലാരെയുമാണ് വിളിച്ചത്. God is calling everyone. എല്ലാരെയാണ് ദൈവം, Man and woman. ആണിനെയും സ്ത്രീയും. And the Bible says, on my men servants and my maid servants. എന്റെ ആൺവേലക്കാരും പെൺവേലക്കാരും എന്നാണ് വചനം പറയുന്നത്. There is nothing between rich and poor. സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഒരു വ്യത്യാസം. There is no division. ഒരു വ്യത്യാസം. That is broken. Hallelujah. ആ വ്യത്യാസം In പോയി. God today, through the Holy Spirit, God is saying, my big family.
പരിശുദ്ധാത്മാവിനാൽ ദൈവം പറയുന്നു എന്റെ വലിയൊരു കുടുംബമാണ് എല്ലാവരും. Hallelujah. Hallelujah. There's no divide between the rich, the poor, the middle class. സമ്പത്തുള്ളവനും ഇല്ലാത്തവനും മധ്യമുള്ളവനും തമ്മിൽ ഇന്നൊരു വ്യത്യാസമില്ല. Hallelujah. Hallelujah. And the third thing, മൂന്നാമത്തെ the കാര്യം, Bible says, your young men shall see visions and your old men shall dream dreams. നിങ്ങളുടെ ചെറുപ്പക്കാര് ദർശനങ്ങൾ കാണും, നിങ്ങളുടെ വയസ്സായവർ സ്വപ്നങ്ങൾ There is കാണുന്നു. no difference between young and old. ചെറുപ്പക്കാരും വയസ്സായവരും തമ്മിൽ ഒരു വ്യത്യാസം. There is no difference between children and adults. പിള്ളേരും മുതിർന്നവരും തമ്മിൽ ഒരു വ്യത്യാസം. You know, John the Baptist was filled with the Holy Spirit while he was in the womb of his mother. യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോഴാണ്. Hallelujah. Whether we like it or not, our children can minister to us. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ പിള്ളേർക്ക് നമ്മളോട് ശുശ്രൂഷ ചെയ്യാം. I remember before when I coming full time, I went and asked my daughter to pray for me. I didn't tell to her that I was thinking about that. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പൂർണ്ണ സുവിശേഷത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മകളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. At that time she was 10 years old. അപ്പൊ എൻ്റെ മോൾക്ക് 10 വയസ്സേ ഉള്ളൂ. And she had no clue what was happening in our minds. ആ മോൾക്കാണെങ്കിൽ അറിയത്തില്ലായിരുന്നു എൻ്റെ മനസ്സിൽ എന്തോ And she ഓടിക്കൊണ്ടിരിക്കുന്നു. went and prayed and she sensed, Appa, I sense the Lord is calling you for missions. എങ്കിലും എൻ്റെ മോള് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, അപ്പനെ മിഷൻസിലേക്ക് അയക്കുന്നത് ഞാൻ സെൻസ്. There is nothing old and young in the kingdom of God. ചെറുപ്പക്കാരും മുതിർന്നതും തമ്മിൽ ഇനി ഒരു വ്യത്യാസമില്ല. Hallelujah. Amen. The Lord is calling each one of us. ദൈവം എല്ലാരെയുമാണ് That barrier is being broken. നമ്മൾക്കുള്ള എല്ലാ വ്യത്യാസങ്ങളും പോയിട്ട് Today we want to tell some of us, we want to tell that അവൻ പയ്യനല്ലേ നീ അവിടെ നിൽക്കേ. The Lord is breaking that. ചെറുപ്പക്കാരുടെ ചെറുവയസ്സ് കാണിച്ച് മാറ്റി നിർന്നവരൊക്കെ ദൈവം ഇപ്പൊ നീക്കുകയാണ്. Pastor John tells about our junior church that they're not given the junior Holy Spirit. പാസ്റ്റർ ജോൺ നമ്മുടെ ജൂനിയർ ചർച്ചിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, അവർക്ക് ജൂനിയർ പരിശുദ്ധാത്മാവിനെ അല്ല The കൊടുത്തത്. Spirit of God is also poured out on them. പരിശുദ്ധാത്മാ അവരുടെ മേലുമാണ് ദൈവം. Hallelujah. 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 Out of babes the Lord will give more mysteries. കുഞ്ഞു പിള്ളേരുടെ വായിൽ നിന്ന്, കൊച്ചുങ്ങളുടെ വായിൽ നിന്ന് ദൈവം വലിയ വലിയ മർമ്മങ്ങൾ പറയും. Hallelujah. Hallelujah. And the Lord saying that I will show, so 3 things were broken on that day. അന്ന് 3 കാര്യങ്ങളാണ് ദൈവം ഇല്ലാതാക്കി. I will show wonders in heaven above. ഞാൻ വലിയ വലിയ അത്ഭുതങ്ങൾ ഭൂമിയുടെ മേൽ കാണിക്കും. And signs in the earth beneath. ഭൂമിക്കകത്തോ വലിയ അടയാളങ്ങൾ. Hallelujah. 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 Thank you, Father. This prophetic word is being fulfilled into our lives. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവചിച്ച വാക്കുകൾ നിർവഹിക്കുക. I want to release that you can see the wonders of heaven. ഞാൻ നിങ്ങളുടെ മേൽ ഇത് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ സ്വർഗത്തിലെ അത്ഭുതങ്ങൾ കാണട്ടെ. You can see the wonders of heaven. സ്വർഗത്തിന്റെ അത്ഭുതങ്ങൾ You കാണട്ടെ. can see the signs on earth. ഭൂമിയിൽ അടയാളങ്ങൾ കാണാം. Hallelujah. Hallelujah. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. Hallelujah. I'm just going to pray for the church that you will see the wonders in heaven. ഞാനിപ്പോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ സ്വർഗത്തിലെ അത്ഭുതങ്ങൾ കാണും. Open the realms, Daddy. കർത്താവെ മണ്ഡലങ്ങളെ തുറക്കണം. Open the realms of that glory realm. ആ മഹത്വത്തിന്റെ മണ്ഡലത്തെ അങ്ങ് തുറക്കണം. Hallelujah. Hallelujah. I would release that glory realm. ഞാൻ ആ മഹത്വത്തിന്റെ മണ്ഡലത്തെ ഇവിടെ റിലീസ് ചെയ്യും. Hallelujah. Where we're going to see the wonders in heaven. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്വർഗത്തിലെ അത്ഭുതങ്ങളെ കാണാൻ And earth beneath. എന്നിട്ട് ഭൂമിയിൽ And the signs on the earth beneath. എന്നിട്ട് താഴെയുള്ള ഭൂമിയിൽ അടയാളങ്ങൾ, Blood and fire and vapor of smoke. തീയും വലിയ പുകയും. Thank you, Jesus. നന്ദി യേശു. Hallelujah. Thank you, Hallelujah. Father. Open that realm, Daddy. Let us see that, Lord. കർത്താവെ ആ മണ്ഡലം തുറക്കണമേ. Let's see that, Lord. Thank you, Father. Hallelujah. And I want to release the prophetic realm. ഞാൻ പ്രവചന മണ്ഡലം തുറക്കാൻ പോകുന്നു. The Bible says that I will pour out my spirit in those days and they shall prophesy. അന്ന് വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എന്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഇറക്കുമ്പോൾ അവര് പ്രവചിക്കും. They shall prophesy. അവർ പ്രവചിക്കും. It is they shall, it is not that they might. അവര് ചിലപ്പം പ്രവചിക്കും എന്നല്ല, അവര് പ്രവചിക്കും. Hallelujah. Hallelujah. Look at the person next to you and say, you shall prophesy. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾ പ്രവചിക്കും. And I shall prophesy. ഞാൻ പ്രവചിക്കുന്നു. Hallelujah. Hallelujah. Prophesy. Hallelujah. നിങ്ങളുടെ മേലെ ഒന്ന് പ്രൊഫറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്താട്ട്. Hallelujah. Hallelujah. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കർത്താവ് വീണ്ടും വരുമെന്ന് പ്രവചിക്കുക. Hallelujah. Come on, prophesy, Daddy. Hallelujah. Let the prophetic realm open. Let the prophetic realm open. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോവാണോ തടസ്സം, Hallelujah. The Lord is saying to declare that marriages will happen. If you're waiting for marriage to happen in your home, declare marriages will be happen.
നിങ്ങൾ കല്യാണം ജീവിതത്തിൽ വീട്ടിൽ നടക്കാനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് ഡിക്ലെയർ ചെയ്താട്ടെ അത് If നടക്കും. there is a barrenness in your, maybe in having children or finances or wealth, prophesy that Lord will fill that up. ഏത് തരത്തിലുള്ള ശൂന്യത ഉണ്ടെങ്കിലും അത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും പിള്ളേരുണ്ടാകുന്ന കാര്യത്തിലാണെങ്കിൽ അതിന്റെ മേൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്താട്ടെ. I sense the Lord saying, I'm going to add some new clients to some business people sitting here. ഞാൻ ഇങ്ങനെ സെൻസ് ചെയ്യുന്നു, ദൈവം പറയുന്നതായിട്ട് ഇവിടെ ഇരിക്കുന്ന ചില ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയന്റുകളെ ദൈവം കൂട്ടി New കൊടുക്കും. clients, Daddy. പുതിയ ക്ലയന്റുകൾ. New clients. Hallelujah. Because the Holy Spirit is coming. Hallelujah. കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു. Oh, He's upon you. Hallelujah. New നിങ്ങളുടെ clients. മേലുണ്ട്. Prophesy. Hallelujah. Prophetic word be declared. I want husbands to prophetically declare over your wives and wives to prophetically declare over your husbands. Hallelujah. ഭാര്യയും ഭർത്താവും അന്യോന്യം പ്രവചിച്ചാട്ടെ. നിങ്ങൾ നെഗറ്റീവ് എന്തായാലും പ്രവചിക്കുന്നുണ്ട് വീട്ടിൽ. So now is the time to prophesy the oracles of God. നിങ്ങൾ ഇപ്പം നല്ല ദൈവം നിങ്ങൾക്ക് തരുന്ന നല്ല കാര്യങ്ങൾ അന്യോന്യം പ്രവചിച്ചാൽ. Hallelujah. Thank you, Jesus. Thank you, Lord. Hallelujah. Fathers, prophetically declare over your children. Mothers, prophetically declare over your children. Hallelujah. മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളുടെ മേൽ പ്രവചിച്ചാൽ. Children, prophetically declare over your parents. മക്കൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ പ്രവചിച്ചാൽ. Thank you, Lord. Thank you, Jesus. നന്ദി അപ്പാ, നന്ദി യേശുവേ. Hallelujah. The Spirit of God is here. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട്. And Peter on that day, he rises up and he declares the Lord Jesus. അന്ന് പത്രോസ് എഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ പ്രഖ്യാപിച്ചു. And in verse 37, when he said this, the Bible says, 37ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞായിട്ട് ദൈവവചനം they പറയുന്നു. were cut to the heart and they told Peter, what shall we do? അവരുടെ ഹൃദയം മുറിഞ്ഞ് അവർ പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തുവാണ് ചെയ്യേണ്ടത്? Repent and let every one of you baptize in the name of Jesus Christ നിങ്ങളൊക്കെ മനം തിരിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ചെയ്യപ്പെടുക and receive the gift of the Holy Spirit. എന്നിട്ട് പരിശുദ്ധാത്മാവെന്ന ആ വരത്തെ സ്വീകരിക്കും. So today I want to encourage the church for these 3 steps. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇന്ന് സഭയെ ഒന്ന് പ്രചോദനപ്പെടുത്തട്ടെ. Repentance, മനം തിരിയുക, and as a sign of the repentance, entering the waters of baptism. ആ മനം തിരിഞ്ഞതിന്റെ അടയാളമായിട്ട് നിങ്ങൾ ജലസ്നാനം എടുക്കുക. If you have already baptized, it's okay. If you've believed and you've baptized, it's fine. നിങ്ങൾ വിശ്വസിച്ച് ജലസ്നാനം നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് വിട്ടാട്ടെ. But repentance and baptism. ഇല്ലെങ്കിൽ മനം തിരിഞ്ഞ് ജലസ്നാനം എടുക്കുക. And third thing is the gift of the Holy Spirit. മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ ആ വരത്തെ സ്വീകരിച്ചാട്ടെ. And when you are in that, when you are repenting and you're baptized and you are receiving the Holy Spirit. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ മനം തിരിഞ്ഞ് ജലസ്നാനം എടുത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. And in verse 39 says, this promise is for you and for your children. 39ാമത്തെ വാക്യം പറഞ്ഞു, ഇത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ള വാർത്ത. And when you are doing that, hallelujah, this promise is going to come into your children's generation. നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മക്കളുടെ തലമുറയിലേക്ക് ഇറങ്ങും. Hallelujah. ഹല്ലേലൂയ. Let every eye be closed. എല്ലാ കണ്ണുകളും അടച്ച്. Hallelujah. Please don't look around. ആരും ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. If you have not received Jesus as your Lord and Savior, it's time for you to repent and receive Jesus. നിങ്ങൾ ഇതുവരെ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ മനം തിരിഞ്ഞ് ഇപ്പൊ അതിന് ഈ അവസരം എടുത്ത. Anybody here who have not received Jesus? ഇവിടെ ആരെങ്കിലും യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരായിട്ടുണ്ടോ? And I want to tell you, if you are there, this gift of the heaven has something for you. ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, സ്വർഗം നിങ്ങൾക്ക് ഒരു കാര്യം നീട്ടും. If you are willing to repent, നിങ്ങൾ മനം തിരിയാൻ ഒരുക്കമാണ്. there is a gift of eternal life and also the gift of the Holy Spirit. നിത്യജീവനും അതുപോലെ പരിശുദ്ധ ആത്മാവിന്റെ വരം നിങ്ങൾക്കായി കാത്തിരിക്കും. If you are there, I just want you to raise your hands. Those also watching online, I want you to repent and receive the eternal life of God. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൈയൊന്ന് പൊക്കിയാട്ടെ. ഓൺലൈൻ കാണുന്നവരെ ഞാൻ പ്രചോദനപ്പെടുത്തട്ടെ, നിങ്ങൾ മനം തിരിഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. Thank you, Lord. Thank you, Jesus. Thank you, Father. Hallelujah. Hallelujah. Thank you, Lord. If you're already a believer, if you've believed in the Lord Jesus, and you want to take a decision for water baptism, നിങ്ങൾ നേരത്തെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ജലസ്നാനം എടുക്കാൻ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ this is the time for you to take that decision. ഇതാണ് അതിനുള്ള അവസരം. You want to tell the world that I have received Jesus into my heart.
നിങ്ങൾ ലോകത്തിന് മുമ്പാകെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. I have received Jesus into my heart. ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിൽ And I am going സ്വീകരിച്ചു. to follow him. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ അനുഗമിക്കും. I'm going to follow him. ഞാൻ അദ്ദേഹത്തെ അനുഗമിക്കും. Hallelujah. ഹല്ലേലൂയ. And then I want to tell you that water baptism is for you. അങ്ങനാണെങ്കിൽ ജലസ്നാനം നിങ്ങൾക്കുള്ളതാണ്. Thank you, Lord. Hallelujah. നന്ദി കർത്താവേ. Anybody like that who want to obey God in the waters of baptism? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ജലസ്നാനത്തിൽ ദൈവത്തെ അനുസരിക്കാൻ ഇച്ഛിക്കുന്നവർ? You can come and meet us after the service. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സർവീസിന് ശേഷം വന്ന് നിങ്ങൾക്ക് But I ഞങ്ങൾ want all the church അത് സഭയ്ക്ക് മൊത്തമുള്ളതാണ്. to receive the gift of the Holy Spirit. പരിശുദ്ധാത്മാവ് എന്ന വരത്തെ സ്വീകരിക്കുക. And this promise is for you and for your children. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ള വാർത്തത്വം. This is not just for some, not just for pastors and prophets. ഇത് പാസ്റ്റേഴ്സിനും പ്രോഫറ്റ്സിനും പ്രോഫറ്റ്സിനും ഉള്ളതല്ല. You know why we are thinking that this is an option? നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊരു ഓപ്ഷനാന്ന് വിചാരിക്കുന്നത്? Because we are thinking that we already have the ticket to heaven. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നേരത്തെ സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റ് ഉണ്ട്. You know, and we think that എന്തായാലും ഞാൻ ഇനി അങ്ങോട്ടാണല്ലോ, സോ ഇനി എന്തിനാ എനിക്ക് പരിശുദ്ധാത്മാവിൽ നടക്കണ്ടെന്ന്. But I want to tell you, I want to remind you of that story of the 10 virgins. എങ്കിലും ഞാൻ നിങ്ങളെ ആ 10 കന്യകകളുടെ കഥ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. And all 10 of them were virgins. 10 പേരും കന്യകകളായിരുന്നു. But the first 5 were wise. ആദ്യത്തെ 5 ജ്ഞാനികൾ. The second wise were foolish. എന്നാൽ അവസാനത്തെ 5 പേര് ജ്ഞാനികളല്ലായിരുന്നു. They do not have oil in their lamps. അവരുടെ കയ്യിൽ എണ്ണയില്ലായിരുന്നു. They had the word. They had the word of God is like the lamps. They had the word with them. അവർക്ക് ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. They were all waiting for the bridegroom. എന്നിട്ട് വചനം കൊണ്ട് അവരെല്ലാവരും മണവാളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. But they missed out on his coming because there was no oil. എങ്കിലും അത് അവർക്ക് മിസ് ചെയ്തത് എണ്ണയില്ലാത്തതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇല്ലാതെ, hallelujah, we cannot live and dwell in the kingdom of God. ആമേൻ. പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനും ജീവിക്കാനും സാധിക്കും. You know, the Bible says that in the book of Ephesians that the Holy Spirit is a seal of our inheritance. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരു അച്ചാരമാണ് നമ്മുടെ അവകാശത്തിന്റെ. The seal. ഒരു മുദ്ര. Hallelujah, the seal. It says that yes, you're going to get eternal life. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമുക്ക് മേൽ ഉള്ളതാണ്, നമുക്ക് നിത്യജീവൻ കിട്ടുന്നു എന്നുള്ളതിന്റെ ഒരു ഉറപ്പ്. Which means that when the Lord is looking into our life, He's going to look for that seal of the Holy Spirit. അതിന്റെ അർത്ഥം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ മുദ്ര ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കും. So I want all of us to receive the gift of the Holy Spirit. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വരത്തെ സ്വീകരിക്കും. Let's stand up for a while. നമുക്ക് കുറച്ചേരം ഒന്ന് എഴുന്നേറ്റ്. And I want to tell you, this is a free gift to the Father. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു വരമാണ്. This is a free gift, but it is not a cheap gift. അത് ഫ്രീ ആണെങ്കിലും അത് ചീപ്പല്ല. Hallelujah. There's so much difference. It's a free gift, but not cheap. ഒരു കാര്യം ഫ്രീ ആകുന്നതും ചീപ്പ് ആകുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസം. Some of us, we have this attitude that everything free is so cheap. നമുക്കൊരു മനോഭാവമുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നൊക്കെ ചീപ്പാണ്. But God in His great mercy has offered the Holy Spirit free. എന്നാൽ ദൈവം തന്റെ വലിയ കരുണയിൽ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു വിലയില്ലാതാണ് തരുന്നത്. Thank you, Lord. നന്ദി കർത്താവേ. Let's just pray. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Father, I pray, Father, the gift of God will be poured out. അപ്പാ, അങ്ങയുടെ ആ വരം ഞങ്ങളുടെ മേൽ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Thank you, Lord. Hallelujah. Those of you who want to receive the gift of the Holy Spirit, you want to just come forward. I'm just going to pray for you. പരിശുദ്ധാത്മാവെന്ന വരം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് ദയവായി മുന്നോട്ട് വരാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി And പ്രാർത്ഥിക്കാം. you want to walk in the greater realm of the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവായിട്ട് ഒരു വലിയൊരു നിലവാരത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു. You know what? You might be walking in a great realm, but you want to get into the next realm. I just want you to pray. Just come forward. Don't look into the people. നിങ്ങൾ നേരത്തെ വലിയൊരു നിലവാരത്തിൽ നടക്കുന്നതായിരിക്കാം, എങ്കിൽ നിങ്ങൾക്ക് അടുത്ത നിലവാരത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെയും നോക്കാതെ ദയവായിട്ട് മുന്നേ കടന്നു വന്നാട്ടെ. Thank you. Come on, come forward. Hallelujah. The Lord is calling His people to walk in His Spirit. ഇത് നമുക്കൊരു ഓപ്ഷനാണ്. Hallelujah. I just want the leaders also just to pray around. Thank you, Lord. Hallelujah. Rakha, Rabba, Rabba, Rethe, Rethe, Rethe. കർത്താവേ, അടുത്ത നിലവാരത്തിൽ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത തരത്തിൽ. Hallelujah. Reba, Rakha, Rotho, Rethe, Rekere, Bara, Bare, The
Oh, hallelujah. നിങ്ങളുടെ ഭവനത്തിൽ hallelujah, the Lord is going to move. Stuck ആയിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. Things that have been stuck for years. Hallelujah. I see കർത്താവ് ഒരു ബുൾഡോസർ വന്ന് ചില സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ മാറ്റുന്നതായിട്ട് നന്ദി ഡാഡി. Thank you Father. Oh, kopare teke rete rubar bare kete. Hallelujah. De barbar andhar rethe kepe. Hallelujah. Thank you Lord. Hallelujah. പരിശുദ്ധാത്മാവിനായിട്ട് നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. Hallelujah. Rekha rabar ubar kharaba re bal rabar rantarangana hanandiana reindiana be filled in the Holy Spirit. Ruba raba reke baba raba rabe rebe hanandiana reindiana. Hallelujah. Raba rebe rekerebe rabarandiana hendiana. Oh, the Lord is increasing the spiritual temperature. Atmiya temperature. The Lord is moving. Hallelujah. Anibasha samsarichada. Hallelujah. Pravachicada. Hallelujah. Rega khalaba. Oh. The Lord is here. He's moving. He is here. Hallelujah. Oh, കർത്താവ് ചിലർക്ക് joy തരുന്നു. Joy. സന്തോഷം. Joy. Amen. The joy of the Holy Spirit. Te kopa rata. Ruba rabara. Arataraba. Reta rata. Rata. Harataraba. Retaraba. Oh, joy. The joy. I pray, Johnny, joy. He is here. Halaraba. ഇത് പരിശുദ്ധാത്മാവിന്റെ സ്ഥലം. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കർത്താവിനുണ്ട്, പരിശുദ്ധാത്മാവിനുണ്ട്. Oh, he's here. ആദ്യ സമയം പോലെ കർത്താവിടെ മൂവ് ചെയ്യുക. Hallelujah. Rethe khete rethe raba rondo uddar taraba randarava harandiara reindiara. The Lord is crying for some people.
നിങ്ങള് ഓ ഹൃദയം കൊടുത്താട്ട് ഇസ്രായേലിൻ പരിപാലകൻ താനീ മയങ്ങുകില്ല നീ. ഇസ്രായേലിൻ പരിപാലകൻ Thank you, Jesus. Hatara kara kataraba retaraba reindiara 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 Some of you, the Lord is still touching. I know the Lord is still touching. Allow Him to touch you. നിങ്ങളത് പിടിച്ചു വെക്കരുത്, പിടിച്ചു വെക്കരുത്. നിങ്ങൾ allow the Lord to touch you. Lord to touch you. Just don't think about anything else. മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. The Lord is touching you. ദൈവം നിങ്ങളെ സ്പർശിക്കുക. ദൈവം ഇന്ന് God is moving this place. The Lord is moving. Hallelujah. Hallelujah. Re karaba, reba randarandana, hanandiana, reindiana, reindiana ba, reindiana ba, reindiana ba, reindiana ba. Yes. Reindiana ba. Uda radara kharaba. Uda radara kharaba. Ala rabara kharaba. Tere 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 tere. Yes, 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 yes. Hallelujah. Yes.